ഇവിടെ ഈ പയ്യൻ അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ട് അടച്ചു വെച്ചിരിക്കുന്നു. അവൻ അവർക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം നേരെ വീടിന്റെ അകത്തേക്ക് വന്ന് സന്തോഷത്തോടു കൂടി വീഡിയോ ഗെയിം കളിക്കുകയാണ്. എപ്പോഴാണോ അവന് വിശക്കുന്നത് അപ്പോൾ അവന്റെ അച്ഛന്റെ കാറും അവന്റെ അച്ഛന്റെ ATM കാർഡും ഉപയോഗിച്ച് പണവും എടുത്ത് അവന് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് ചിക്കൻ കഴിക്കും. കാരണം ഇതിനു മുൻപ് വരെ അവന് അവന്റെ അമ്മ ഇതുപോലുള്ള ഫുഡൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാമാണോ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൻ. അങ്ങനെ 2 ദിവസമായി ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവന് വളരെയധികം ബോറടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്താം എന്നവൻ കരുതുകയാണ്. എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. ഫ്രണ്ടാണെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് അവൻ അവന്റെ അച്ഛന്റെ കാറും എടുത്ത് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അവൻ. ഫ്രണ്ടിന്റെ മുന്നിൽ മാസ്ക് കാണിക്കാനായി കാർ അവൻ സ്പീഡിൽ ഓട്ടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഗെയിം കളിക്കുകയാണ്. ഇതേ സമയം കിണറ്റിലാണെങ്കിൽ ഫുഡ് പോലും കിട്ടാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അമ്മയാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാതെ കഴിച്ചിട്ട വാഴപ്പഴത്തിന്റെ തോലെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാം എന്ന് വെച്ചാൽ ആ കിണറിനുള്ളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ആ ചെക്കനാണെങ്കിൽ അന്നത്തെ അവരുടെ വീഡിയോ ഗെയിം കളിയെല്ലാം കഴിഞ്ഞ് അവന്റെ ഫ്രണ്ടിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടുവിടുന്ന സമയത്ത് ATMിൽ നിന്നും കുറെ പൈസയൊക്കെ എടുത്ത് അവന്റെ ഫ്രണ്ടിന് ചെലവിനായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിനെ കൊണ്ടുവിട്ടതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്ന അവൻ കാണുന്നത് പരിചയമില്ലാത്ത ഒരു കാർ അവന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതാണ്. ആരാണെന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മയുടെ ഫ്രണ്ടായിരുന്നു അത്. കുറച്ച് ദിവസമായിട്ട് അമ്മ ഫോൺ എടുക്കാത്തതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് അവർ. അങ്ങനെ ഈ പയ്യൻ എന്തൊക്കെയോ പറഞ്ഞ് ആ പെണ്ണൊരുത്തിനെ തിരിച്ചയക്കുകയാണ്. എന്നാൽ അവർക്ക് എന്തോ സംശയം തോന്നി അവർ പോലീസിനെയും കൊണ്ട് തിരിച്ചു വരികയാണ്. ഇത് കണ്ടതും ഈ പയ്യൻ ആ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. പോലീസ് ആണെങ്കിൽ ഒരു ക്ലൂവും ഇല്ലാതെ ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം കിണറ്റിലുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവൻ പോവുകയാണ്. ഫുഡ് കൊടുക്കുന്ന കയർ പിടിച്ച് ഇവന്റെ അച്ഛൻ മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ മുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ കയർ അവൻ കത്രിക ഉപയോഗിച്ച് അറുത്തിടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊറ്റയ്ക്കിരുന്ന് ഇവനും വളരെയധികം ബോറായി തോന്നുകയാണ്. അങ്ങനെ ഇവൻ ആ കിണറിന്റെ അടുത്ത് വന്ന് നോക്കുകയാണ്. ഇവന്റെ കുടുംബമാണെങ്കിൽ വിശപ്പ് സഹിച്ച് ആ തണുപ്പും സഹിച്ച് ആ കിണറ്റിൽ ദുരിത ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അനിയത്തിയാണെങ്കിൽ വളരെ വിശന്നിരിക്കുന്ന സമയത്താണ് ചേട്ടാ നീ ഫുഡ് തന്നത് എന്ന് പറഞ്ഞ് ചേട്ടനോട് താങ്ക്സ് പറയുന്നു. ഇത് കണ്ടതും അവന് വളരെയധികം വിഷമം തോന്നുകയാണ്. അവൻ ചെയ്തതെല്ലാം തന്നെ വളരെയധികം തെറ്റായിരുന്നു എന്ന് അവന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ കിണറ്റിലേക്ക് ഒരു ഏണിയും ഇറക്കി വെച്ച് അവിടെ നിന്നും പോകുന്നു.